നമ്മുടെ എല്ലാവരുടെയും ഗാർഡനിലുള്ള ചെടിയാണ് പത്തുമണി. ഈ പത്തുമണി ചെടിയുടെ മഴക്കാല സംരക്ഷണത്തെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോ പറയുന്നത്. പത്തുമണി ചെടി നമ്മൾ മഴക്കാലത്ത് പ്രൂൺ ചെയ്ത് നിർത്താൻ നോക്കുക. അതോടൊപ്പം കൂടുതൽ വളമൊന്നും ആ സമയത്ത് ഇട്ട് കൊടുക്കരുത്. കൂടുതൽ വളം ഇട്ട് കൊടുത്താലുള്ള ഒരു പ്രശ്നം, പത്തുമണി ചെടി ചിലപ്പോൾ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പത്തുമണി ചെടി കൂടുതൽ വെള്ളം അത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ചെടിയാണ്. നമ്മൾ മറ്റ് സമയത്താണെങ്കിലും, മഴക്കാലത്തല്ലാതെ മറ്റ് സമയത്താണെങ്കിലും നമ്മൾ 2 ദിവസം ഇടവിട്ടൊക്കെ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം അതിൻ്റെ അത്രേ ആവശ്യമുള്ളൂ. അപ്പോൾ മഴക്കാലത്താകുമ്പോൾ കൂടുതൽ അത് വെള്ളം സക്ക് ചെയ്ത് വെക്കാനും വെള്ളം അത് ശേഖരിച്ച് വെക്കാനും അത് പിന്നീട് ചീയാൻ കാരണമാവാറുണ്ട്. അതുകൊണ്ട് മഴക്കാലത്ത് കഴിവതും പ്രൂൺ ചെയ്ത് വെക്കുക, കൂടുതലും വളമിട്ട് കൊടുക്കാതിരിക്കുക. ഇതൊക്കെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ചെടിച്ചട്ടിയിലാണ് വെക്കുന്നതെങ്കിൽ അത് ഷെയ്ഡിലേക്ക് മാറ്റുന്നത് നല്ലതായിരിക്കും. അല്ല ഇപ്പം നമ്മൾ നിലത്താണ്, നമ്മുടെ ഗാർഡനിലെ നിലത്താണ് നടുന്നതെങ്കിൽ അതിലെ 2-3 തണ്ടുകൾ, അതിൻ്റെ തണ്ടുകൾ മുറിച്ച് മാറ്റി ഒരു ചട്ടിക്കകത്തോ അല്ലെങ്കിൽ മറ്റ് എവിടെയെങ്കിലും ഒന്ന് മാറ്റി ഒന്ന് വളർത്തുകയാണെങ്കിൽ നമ്മൾ മഴക്കാലത്ത് അത് നശിച്ചു പോയാലും അതിൻ്റെ ഒരു ശേഖരണം നമുക്ക് കാണുകയും അത് പിന്നീട് അവിടെ തന്നെ നമുക്ക് റീപ്ലേസ് ചെയ്യുകയും ചെയ്യാം. മഴക്കാലത്ത് പൊതുവെ പത്തുമണിച്ചെടി പൂവിടുന്നത് കുറയ്ക്കും. എങ്കിലും നമ്മളായിട്ട് അതിന് പൂവിടാൻ വേണ്ടി വളങ്ങളോ കാര്യങ്ങളോ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. കഴിവതും മഴക്കാലത്ത് പൂക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അത് മഴക്കാലം കഴിഞ്ഞ് നമുക്ക് വളപ്രയോഗമൊക്കെ നടത്താവുന്നതാണ്. അപ്പോൾ നല്ല രീതിയിൽ പൂക്കുകയും നല്ല രീതിയിൽ പൂവിടുകയും ചെയ്യും. മഴക്കാലത്തിന് ശേഷം വളമിട്ട് കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കുക, അതിന് കൂടുതലായിട്ട് അതിൻ്റെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കാതെ നേർപ്പിച്ച് വളരെ ലൈറ്റായിട്ട് മാത്രം വളം പത്തുമണി ചെടികൾക്ക് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ മറ്റ് വീഡിയോകൾ കാണാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു ടിപ്പുമായി മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം. അപ്പോൾ ഗുഡ് ബൈ.